നമസ്കാരം, ഋഷി പ്രോക്സം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. തുലാമാസത്തിൽ സ്കന്ദഷഷ്ടി വരികയാണ്. അതിവിശേഷപ്പെട്ട ഒരു ദിവസമാണ്. ആ ദിവസത്തിന്റെ പ്രാധാന്യവും മറ്റും മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. എന്നിരുന്നാലും ഈ വർഷത്തെ സ്കന്ദഷഷ്ടിയുടെ പ്രാധാന്യവും അതിന് ചെയ്യേണ്ട ഏതാനും കാര്യങ്ങളെ നമുക്ക് പ്രതിപാദിച്ചു പോകാം. തുലാമാസത്തിലെ വെളുത്തപക്ഷത്തിലെ ഷഷ്ടി തിഥിയിലാണ് സ്കന്ദഷഷ്ടി വരുന്നത്. സുബ്രഹ്മണ്യ പ്രീതിക്കുള്ള വ്രതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്കന്ദഷഷ്ടി വ്രതം. ഷഷ്ടി വ്രതത്തെ കുറിച്ച് ഒന്നിലധികം കഥകൾ ഉണ്ട്. ഒരിക്കൽ ശൂരപത്മാസുരനും സുബ്രഹ്മണ്യനും തമ്മിൽ അതിഘോരമായിട്ടുള്ള യുദ്ധം നടന്നു. ആ യുദ്ധവേളയിൽ മായശക്തി കൊണ്ട് പത്മാസുരൻ തന്നെയും സുബ്രഹ്മണ്യ സ്വാമിയും മറ്റു ദേവതകളെയും ഒക്കെ അദൃശ്യരാക്കി. സുബ്രഹ്മണ്യ സ്വാമിയെ കാണാതായ പാർവതി ദേവിയും ദേവഗണങ്ങളും ശിവഭൂതഗണങ്ങളും അന്നപാനാദികൾ ഉപേക്ഷിച്ച് വ്രതം അനുഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. അതിനുശേഷം തുലാമാസത്തിലെ ഷഷ്ടി തിഥിയിൽ സുബ്രഹ്മണ്യ ഭഗവാൻ പത്മാസുരനെ നിഗ്രഹിക്കുകയുണ്ടായി. അതിനുശേഷമാണ് സുബ്രഹ്മണ്യ സ്വാമിയെ എല്ലാവർക്കും കാണാൻ സാധിച്ചത്. ശത്രുവിന്റെ നിഗ്രഹം നടന്നു എന്ന് മനസ്സിലാക്കിയ ഏവരും അതിനുശേഷം വ്രതം അവസാനിച്ച് മൃഷ്ടാന്ന ഭോജനം നടത്തി എന്നാണ് വിശ്വാസം. ഷഷ്ടി വ്രതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റൊരു വിശ്വാസം ബ്രഹ്മാവിന്റെ കഥയാണ്. ഒരിക്കൽ സുബ്രഹ്മണ്യ സ്വാമി പ്രണവത്തിന്റെ അർത്ഥം പറഞ്ഞു തരണമെന്ന് ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ടു. ഞാൻ ബ്രഹ്മമാകുന്നു എന്ന ബ്രഹ്മാവിന്റെ മറുപടിയിൽ അതൃപ്തനായിട്ട് അല്ലെങ്കിൽ തൃപ്തിക്കുറവുണ്ടായിട്ട് സുബ്രഹ്മണ്യ സ്വാമി ബ്രഹ്മാവിനെ ബന്ധിച്ചതായിട്ടാണ് പുരാണം പറയുന്നത്. അതിനുശേഷം ശ്രീ പരമേശ്വരൻ എത്തി പുത്രനെ ആശ്വസിപ്പിക്കുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. തന്റെ തെറ്റു മനസ്സിലാക്കിയ സുബ്രഹ്മണ്യ സ്വാമി പ്രായശ്ചിത്തം എന്നോണം സർപ്പത്തിന്റെ രൂപം ധരിച്ചു. തുടർന്ന് നാഗരൂപത്തിൽ വർഷങ്ങളോളം തപസ്സിരുന്നതായിട്ടാണ് പറയുന്നത്. ഇതിൽ ദുഃഖിതയായിട്ടുള്ള പാർവതി ദേവി ശ്രീ പരമേശ്വരന്റെ ഉപദേശപ്രകാരം മകന്റെ വൈരൂപ്യം മാറുന്നതിനായിട്ട് ഷഷ്ടി വ്രതം എടുക്കാനായിട്ട് നിശ്ചയിച്ചു. അമ്മയുടെ ദുഃഖവും കഠിന വ്രതവും തിരിച്ചറിഞ്ഞ സുബ്രഹ്മണ്യ സ്വാമി സർപ്പരൂപത്തിൽ നിന്ന് മാറി തപസ് അവസാനിപ്പിച്ചു എന്നാണ് ഐതിഹ്യം. 9 വർഷങ്ങൾ കൊണ്ട് ഇപ്രകാരം പാർവതി ദേവി 108 ഷഷ്ടി വ്രതങ്ങൾ അനുഷ്ഠിച്ചു എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ജാതകത്തിൽ കഠിനമായിട്ടുള്ള ചൊവ്വാദോഷമുള്ളവരും മറ്റ് ഗ്രഹദോഷങ്ങൾ അനുഭവിക്കുന്നവരും അനവത്യ ദുഃഖം അഥവാ സന്താന ദുഃഖം അനുഭവിക്കുന്നവരും സർപ്പദോഷമുള്ളവരും ഷഷ്ടി വ്രതം എടുത്താൽ അതിനൊക്കെ ശമനമുണ്ടാകുന്നതാണ്. ആ വ്രതം എടുക്കുന്നവർക്ക് അഭീഷ്ട സിദ്ധി കൈവരുന്നതാണ്. സന്താനഭാഗ്യമില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾ ഒരുമിച്ച് ഷഷ്ടി വ്രതം എടുക്കേണ്ടതാണ്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഷഷ്ടി വ്രത ദിവസം പാലഭിഷേകം നടത്തുക, നാരങ്ങാമാല സമർപ്പിക്കുന്നതും കുമാരസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതും വിശേഷമാണ്. അഭിഷേകം നടത്തി പ്രസാദമായി ലഭിക്കുന്ന പാൽ കുടിക്കുന്നത് സന്താന ഭാഗ്യത്തെ നൽകുമെന്നാണ് വിശ്വാസം. മാനസിക സംഘർഷങ്ങൾ ഇല്ലാതാകുന്നതിനും സ്കന്ദഷഷ്ടി വ്രതാനുഷ്ഠാനം ഫലപ്രദമാണ്. കൂടാതെ ഷഷ്ടി വ്രതാനുഷ്ഠാനത്തിലൂടെ ത്വക്ക് രോഗശമനം, മംഗല്യ ഭാഗ്യം തുടങ്ങിയ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. മാറാവ്യാധികൾ, ദുസ്വപ്നങ്ങൾ, പ്രേതബാധ തുടങ്ങിയ ദോഷങ്ങൾക്കും പരിഹാരമാണ്. കൂടാതെ ഇഴജന്തുക്കളിൽ നിന്നുള്ള ഭയത്തെയും ഇതില്ലാതാക്കും. ഷഷ്ടി വ്രതങ്ങൾ എടുക്കുന്നവരുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ സുബ്രഹ്മണ്യ സ്വാമി നിറവേറ്റി കൊടുക്കുമെന്നാണ് വിശ്വാസം. മാസത്തിൽ ഒരു ഷഷ്ടി എന്നുള്ള കണക്കിൽ ഒരു വർഷം കൊണ്ട് 12 ഷഷ്ടിയോ 9 വർഷം കൊണ്ട് ക്രമത്തിൽ 108 ഷഷ്ടി വ്രതമോ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഒരു കൃത്യ സംഖ്യ നിശ്ചയിച്ചുകൊണ്ട് ഷഷ്ടി വ്രതത്തെ എടുക്കാം. പൂർണ്ണ ഉപവാസമായിട്ടും ഷഷ്ടി വ്രതത്തെ കഴിയുന്നവർക്ക് പാലിക്കാവുന്നതാണ്. ഷഷ്ടിയോടനുബന്ധിച്ചുള്ള 6 ദിവസങ്ങൾ അടുപ്പിച്ച് വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട്. അത് വളരെ വിശേഷമാണ്. അങ്ങനെ ഷഷ്ടി വ്രതത്തോടനുബന്ധിച്ച് പെട്ടെന്ന് തന്നെ 108 പ്രാവശ്യം ഷഷ്ടി വ്രതങ്ങളെ തികയ്ക്കാൻ സാധിക്കും. വ്രതത്തിന്റെ സാധാരണയായിട്ടുള്ള വിധിപ്രകാരം അനുസരിച്ചുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അമാവാസി മുതൽ ഷഷ്ടി വരെയാണ് ഈ 6 ദിവസങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഈ ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ താമസിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട്. ഷഷ്ടിയുടെ തലേ ദിവസം മുതൽ തന്നെ വ്രതം എടുക്കുന്നവരുമുണ്ട്. അതൊക്കെ അവരവരുടെ ശാരീരിക അവസ്ഥകൾക്കും മറ്റ് അവസ്ഥകൾക്കും അനുസരിച്ച് ചെയ്യുക. എല്ലാ മാസത്തിലെ ഷഷ്ടിയും സുബ്രഹ്മണ്യ പ്രീതിക്ക് ഉത്തമമാണ്. എന്നിരുന്നാലും സ്കന്ദഷഷ്ടി അത്യധികം ഉത്തമമായിട്ട് പറയാം. സ്കന്ദഷഷ്ടി ഏറ്റവും അനുകൂലമാണ്, അതീവ ശ്രേഷ്ഠവും ശക്തവുമാണ്. സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുന്നതിലൂടെ നമുക്ക് സർവ്വ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാതായി അഭീഷ്ടസിദ്ധിയും സർവ്വ ഐശ്വര്യ ലബ്ധിയും കൈവശമാകുന്നതാണ്. ഈ വർഷത്തെ സ്കന്ദഷഷ്ടി വരുന്നത് തുലാമാസം 22-ാം തീയതിയാണ്. അതായത് നവംബർ 7-ാം തീയതി വ്യാഴാഴ്ച ദിവസം. സ്കന്ദഷഷ്ടിയെ കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയിൽ വിട്ടുപോയിട്ടുള്ള പല കാര്യങ്ങളും ഈ വീഡിയോയിൽ ചേർത്തിട്ടുണ്ട്. പൊതുവായിട്ട് അറിയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം. നമസ്കാരം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്.
ജാതകം, പ്രശ്നം, മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ്. അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്തപരിശോധനയ്ക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. നേരിട്ടും ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ്. ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നതാണ്. കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ്. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ്. കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈറ്റിൽ വന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. ഏത് ജ്യോതിഷം, വാസ്തു തുടങ്ങി ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ്. എന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. നമസ്കാരം.